എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്ത് നോക്കിയാലോ. ഗ്ലിറ്റർ ഫോം ഷീറ്റ് കൊണ്ട് എന്തൊക്കെ ഐറ്റംസ് ചെയ്യാം നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. റോസ്, ബട്ടർഫ്ലൈ, പിന്നെ 2-3 തരം വേറെ പൂക്കളുണ്ട്. അപ്പം നമുക്ക് ഏതാണ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് എന്ന് നോക്കണ്ടേ. അതായത് തന്നെ ഇതാണ് ഗ്ലിറ്റർ ഫോം ഷീറ്റ്. ഫോം ഷീറ്റിന് നല്ല കനം ഉണ്ടാവും, പക്ഷെ പഞ്ഞി പോലെയാണിത്, വളരെ സോഫ്റ്റാണ്. ഇതാണ് ഗ്ലിറ്റർ ഫോം ഷീറ്റ്. അപ്പോൾ നമുക്ക് ഓൺലൈനിലായാലും അല്ലാണ്ട് തന്നെ സാധാ നമ്മളുടെ ക്രാഫ്റ്റ് ഐറ്റംസ് കിട്ടുന്ന കടകളിലൊക്കെ കിട്ടും. പിന്നെ നമുക്ക് കുറച്ച് തെർമോക്കോളിൻ്റെ ബോൾസ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരേ സൈസിൻ്റെ ബോൾസ് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ പല സൈസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന പല സൈസിൻ്റെയാണ്, ഏതായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ള കത്രിക, പേന, പിന്നെ സ്കെയില്. ഞാൻ ഇപ്പോൾ ഈ ഫോം ഷീറ്റിൽ ഈ റോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ 2 ഇഞ്ചിൻ്റെ അകലത്തിൽ ഈ ഫോം ഷീറ്റിൽ ബാക്ക് സൈഡിൽ മാർക്ക് ചെയ്തിട്ട് ഇത് നീളത്തിൽ നമ്മൾ മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ മുറിച്ചെടുത്ത പീസാണ് ഈ കാണുന്നത്. ഇതുപോലെ ഞാൻ മുറിച്ചെടുത്ത പീസാണ്. ഇതിൽ നിന്ന് 2 ഇഞ്ചിൻ്റെ 2 സെൻറ്റിമീറ്ററിൻ്റെ അളവിൽ മുറിച്ചെടുത്ത പീസാണ് ഇത്. ഇനി എങ്ങനെ റോസിൻ്റെ ഷേപ്പിലേക്ക് മാറ്റാമെന്നുള്ളതാണ്. ഇത് ഇങ്ങനെ നടു ആക്കാം. ഈ നടുവിൻ്റെ അളവിൽ മുഴുവൻ മുറിക്കരുത്, ഇതിൻ്റെ പകുതിയെ മുറിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഗ്യാപ്പ് വരും ചെയ്യും, എന്നാൽ ഫുള്ള് കട്ടായിട്ടില്ല. ഇനി അത് വീണ്ടും ഈ പകുതിയുടെ നടു മടക്കാം. ഇത് എന്നിട്ട് ഇങ്ങനെ മുറിക്കാം. അപ്പോൾ നമുക്ക് 4 അളവ് കിട്ടിക്കഴിഞ്ഞു, 4 കൃത്യ അളവുകൾ കിട്ടി. ഇനി ഇതിൻ്റെ ഇങ്ങനെ ഓരോ പാർട്ടീഷൻ്റെ നടുവ് നോക്കി കട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ പാർട്സ് ആയിട്ട് കിട്ടും. നമ്മൾ ഇങ്ങനെ ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇതും നമുക്ക് ഒന്നും കൂടി കട്ട് ചെയ്യാനുണ്ട്. ഇതിൻ്റെ സെൻറ്റർ നോക്കി നമുക്ക് കട്ട് ചെയ്യാം. ഈ കട്ടിങ് പീസിൻ്റെ സെൻറ്റർ നോക്കി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഏകദേശം ഒരു സെൻറ്റർ നോക്കി ഇനി അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോസ് പെറ്റൽസിൻ്റെ രൂപത്തിൽ കിട്ടും. ഇങ്ങനെ പെറ്റൽസ് ആക്കാനുള്ള രൂപത്തിലായി കിട്ടും. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരും. ഇത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഓരോ എഡ്ജും ഇങ്ങനെ ഷേപ്പ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ എൻഡ് വരെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ ഈ സൈഡും 2 സൈഡും നമ്മൾ റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. ഇങ്ങനെ ആക്കിയെടുക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് മെത്തേഡ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് മോഡൽ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതിനി നമുക്ക് ചൂടാക്കണം. നമുക്ക് അയൺ ബോക്സും കൂടി ആവശ്യമുണ്ട്, അത് പറയാൻ വിട്ടുപോയി. അയൺ ബോക്സ് ആവശ്യമുണ്ട്, കാരണം ഈ ഫോം ഷീറ്റ് നമ്മൾ ചൂടാക്കുമ്പോൾ ഇനി അത് പൊളയ്ക്കും, അതായത് ഇങ്ങനെ ഒന്ന് വീർക്കുമ്പോൾ നമുക്ക് ഇത് ചുരുട്ടിയെടുക്കാനായിട്ട് സുഖമായിരിക്കും. അപ്പോൾ നമുക്ക് അയൺ ബോക്സ് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഗ്ലിറ്റർ ഭാഗമല്ല വെക്കേണ്ടത്, ഈ ഫോമിൻ്റെ ഭാഗം, ഈ പഞ്ഞി പോലത്തെ ഭാഗമാണ് വെച്ച് കൊടുക്കുക. നമുക്കിങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊളച്ച് അങ്ങനെ ഇങ്ങോട്ട് ബൾജ് ചെയ്ത് വരും. അപ്പോൾ നമുക്കത് ഈ മടക്കുമ്പോൾ ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് നല്ല ഭംഗിയിൽ കിട്ടും. നമുക്കിത് കണ്ടോ, ഇങ്ങനെ വീർത്ത് വരും. ഈ ഭാഗം ഇങ്ങനെ വീർത്ത് വരും. ആ വീർക്കണ വരെ നമ്മൊന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം. ഇത് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, കാരണം അയൺ ബോക്സ് ഡയറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ നേരത്തെ പിടിച്ച ഷേപ്പല്ല ഇപ്പോൾ അത് ചൂടാക്കി കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇതിങ്ങനെ
ചുരുണ്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ അതിൻ്റെ എഡ്ജൊക്കെ കണ്ടോ അങ്ങനെ വളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഗ്ലിറ്റർ ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് ഈ ഫോം ഷീറ്റ് മടക്കാം. അപ്പോഴാണ് നമുക്ക് ഈ ഗ്ലിറ്റർ ഭാഗം ഇങ്ങനെ തിളക്കം സ്റ്റിക്ക് ചെയ്യുമ്പോൾ റോസിൻ്റെ ഭംഗി കാണാൻ പറ്റുള്ളൂ. കണ്ടോ, നമ്മൾ ഈ തിളക്കമുള്ള ഭാഗം ഉള്ളിലേക്ക് വെച്ചിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ മതി. റോൾ ചെയ്തിട്ട് ഇങ്ങനെ ആ എൻ്റെ എത്തണ വരെ റോൾ ചെയ്ത് കൊടുക്കുക. ഗ്യാപ്പ് ഇല്ലാണ്ടൊന്ന് റോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഗ്യാപ്പ് വരുമ്പോൾ ലൂസാവും. ലൂസായാൽ നമ്മളുടെ റോസിൻ്റെ ആ ഒരു ഷേപ്പ് പോയി കിട്ടും. അപ്പോൾ ഗ്യാപ്പ് ഇങ്ങനെ ലൂസാവാതെ നോക്കുക. ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കാം. ഇതോ കണ്ടല്ലോ, ഇതാണ് റോസ്. ഇങ്ങനെയാണ് നമ്മൾ റോസ് ഉണ്ടാക്കുന്നത്. ഇനി അത് നമുക്ക് പശ വെച്ച് ഒട്ടിക്കണം. നമുക്ക് പശ ശരിക്കും ഇത് ഗ്ലൂ ഗണ്ണാണ് വേണ്ടത്. പക്ഷേ നമ്മളതിൽ ഗ്ലൂ ഗൺ ഇല്ല. അപ്പോൾ ഗ്ലൂ ഗണ്ണിന് പകരം നമ്മൾ തൽക്കാലത്തേക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു മൈനസ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഇതിങ്ങനെ സ്റ്റിക്കായി നിൽക്കൂല. ഞാൻ ഒരു സൂത്രം ചെയ്തതെന്ന് വെച്ചാൽ ഈ റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ, നമുക്ക് ഈ പീടികയിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്ന റബ്ബർ ബാൻഡ്, അത് തൽക്കാലത്തേക്ക് ഒന്ന് ഇത് ഉണങ്ങണ വരെ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മൾ അത് വെക്കാം. അത് ഉണങ്ങിക്കഴിയുമ്പോൾ സ്റ്റിക്കായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ റോസിൻ്റെ മെത്തേഡ്. റോസ് നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം അടുത്തത് നമുക്ക് ബട്ടർഫ്ലൈ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്